ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹനായ് എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മളെല്ലാ പര്യടനം എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ ഫാക്ടറികളൊക്കെ സന്ദർശിച്ചു. പിന്നെ അതേപോലെ തന്നെ പല സ്ഥലങ്ങൾ ഇതിൻ്റെ കുറേ വീഡിയോകൾ വരുന്നുണ്ട്. ഇതിന് മുന്നേ ഉള്ള വീഡിയോകൾ വരുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ അവിടെയൊക്കെ പോയെന്നുള്ളത്. അപ്പം ഞങ്ങൾ എയർപോർട്ടിലാണ്. ഇനിയിപ്പോൾ വിയറ്റ്നാമിൻ്റെ കഴിഞ്ഞ് ഇനി അടുത്ത പര്യടനം കൂടെ തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു ഫ്ലൈറ്റ് ഹനായിൽ നിന്ന് പൊങ്ങാൻ വേണ്ടി അവിടെ തായ്വാൻ ഫ്ലൈറ്റ് കേട്ടോ, ചൈനയുടെ അല്ല, തായ്വാൻ്റെ ഒരു ഫ്ലൈറ്റാണ് ആക്കി വെക്കുന്നത്. അതിന് റിവേഴ്സൊക്കെ എടുത്ത് ചൈന എയർലൈൻസാണ് ഇപ്പോൾ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ പൊങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പുമായിട്ട് നിൽക്കുവാണ്. നോക്കാം. ഒരെണ്ണം താഴ്ന്ന്, ഇത് വിയറ്റ്നാമിലെ ക്യാപിറ്റൽ സിറ്റിയാണ്. അത് ഇപ്പുറത്തെ റൺവേയിൽ കൂടിയാണ് വരുന്നത്. വിയറ്റ്നാമിൻ്റെ വരുന്നില്ലല്ലോ. അപ്പോൾ വിയറ്റ്നാമിൻ്റെ പൊങ്ങാൻ അടുത്ത റൺ ചൈന എയർലൈൻസ് തന്നെ ഇപ്പോൾ പോകും. മറ്റേ വിയറ്റ്നാമിൻ്റെ വിയറ്റ്നാമിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊറിയൻ്റെ അവിടെ കിടക്കട്ടെ, വിയറ്റ്നാമിൻ്റെ സ്റ്റാർട്ട് ചെയ്തപ്പോഴല്ലേ ടേക്ക് ഓഫ് ടൈം. വിയറ്റ്നാമിൻ്റെ ഇത് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇതന്നെ ഒറ്റക്കത്തെ സ്പീഡിലാണ്. കൊള്ളാം, അടിപൊളി. കൊറിയൻ എയർലൈൻസ് കിടപ്പുണ്ടല്ലോ. ലാൻഡ് ചെയ്തത് അങ്ങ് വേറെയാണ്. അത് നമ്മുടെ ആശാമാരൊക്കെ അതിനടുത്ത് ചൈന പോയി കറങ്ങി അടിച്ചിട്ട്. പക്ഷെ ഇതിന്റെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അധികം സ്പീഡ് തോന്നിക്കുന്നില്ല. ഇത് ചൈനയുടെ അതിപ്പം റൗണ്ട് അടിച്ച് അവിടെ പോയി നിൽക്കും. പക്ഷെ ഇനിയിപ്പോൾ ഒരു ലാൻഡ് ചെയ്യാൻ വേറെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിൽ ഫ്ലൈറ്റ് വരുന്നുണ്ട്. ചൈനയുടെ വണ്ടി പോവും, ചൈന എയർലൈൻസ്. അല്ല, കൊറിയ അവിടെ മറ്റേ കിങ് ജോങ് ഉന്നിൻ്റെ കൊറിയ അല്ല ഇത്. ടാറ്റ കാണിക്കുന്നുണ്ട്. ഇപ്പം ചൈനയുടെ കാര്യം ഇപ്പോൾ തീരുമാനമാവും. ഇപ്പം വിടും ചൈനയിൽ സ്റ്റാർട്ട് ചെയ്യും. ചൈനയുടെ പെസഫിക് അറ്റ്ലാന്റിക് അല്ലേ, പെസഫിക് എയർലൈൻസ്. അത് തന്നെ, പെസഫിക് എയർലൈൻസ് കുറച്ചൊക്കെ പോയി. പക്ഷെ വലിയ ഫ്ലൈറ്റ് അത് ഇതിനെക്കാട്ടിയൊക്കെ ഭയങ്കരമാണ്. സിംഗപ്പൂർ എയർലൈൻസ് അവിടെ വന്നിട്ടുണ്ട്. അങ്ങേയറ്റം സിംഗപ്പൂർ വന്നിട്ടില്ലേ. ചൈന ചെറുതായിട്ട് അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചൈന ഇനി ഇത് കറങ്ങി അടുത്ത ഫ്ലൈറ്റ് ലാൻഡ് കേട്ടോ. ഇത് ഇത്ര ഗ്യാപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ.
വീറ്റ് അല്ലേ? ആ വീറ്റ് ലാൻഡിങ് ആണ്. ഇവിടെ വീറ്റ് കിടപ്പുണ്ട് കേട്ടോ. മറ്റേ ലാൻഡ് ചെയ്ത് കഴിയും. ഇനി അടുത്ത് നമുക്ക് ചൈന അങ്ങോട്ട് കറങ്ങി അടിച്ച് അവിടെ നിൽക്കട്ടെ. ഏതെങ്കിലും ഫ്ലൈറ്റിന് റിവേഴ്സ് ഉണ്ടോ? ഒന്നിനുമില്ല. ഡബിൾ ഡെക്ക് പിന്നെ എമിറേറ്റ്സിന്റെ ഫോർ സിലിണ്ടർ 2 എഞ്ചിൻ 4 എഞ്ചിൻ അത് ഭയങ്കര. പക്ഷെ ഇതിന് 4 ഇരട്ടി എഞ്ചിന്റെ വലിപ്പമൊക്കെ ഭയങ്കര ഭീമമായ. നമ്മളിങ്ങോട്ട് പിന്നെ ഡൊമസ്റ്റിക് വന്നതിനകത്ത് ചെറുത് 2 എണ്ണമായിരുന്നു. അതിനകത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? അത് റൺവേയിലും വലിയ റൺവേ ഉണ്ടെങ്കിൽ അത് ഫ്ലൈ ചെയ്യാനും ഒക്കത്തുള്ളൂ. ചെറിയ ഇതിലൊക്കത്തില്ല. ഫ്ലൈ ചെയ്യാനും അതിന് സ്പേസ് വേണം. ലാൻഡിങ് സ്പേസ് ആണെങ്കിലും ഫ്ലൈയിങ് സ്പേസും കൂടുതൽ വേണം. പ്രത്യേക റൺവേ വേണം. അപ്പോൾ ഈ വീജറ്റ് എടുക്കുന്നില്ല. ഇതിൻ്റെ എനിക്കൊന്ന് ഇത് പൊങ്ങിയതിന് ശേഷം, ഇത് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ടേക്ക് ഓഫ് ആവും. ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ ഇത് ടേക്ക് ഓഫ് ആകുമ്പോൾ ലാൻഡ് ചെയ്യാൻ അത് പോയതിന് ശേഷം ഉറപ്പായിട്ടും ഒരെണ്ണം ലാൻഡിങ്ങിന് വരും. വന്നതിന് ശേഷം പിന്നെ നമ്മുടെ വീജറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമുക്ക് എന്തായാലും കാണാം. അത് തച്ചുംപുറത്തിരുന്ന് കാണുന്നത്. വെയിറ്റ് ചെയ്തു. ഇത് കറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഏതോ ലാൻഡിങ്ങിന് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. അതാണ് ആ കറക്റ്റ് ലാൻഡ് ചെയ്യുന്നിടത്ത് വെയിറ്റ് ചെയ്യുന്നത് എന്തൊരു വരാനുണ്ടായിരിക്കാം. മേ ബി ഒന്ന് തയ്യാറെടുക്കുന്നത് സിംഗപ്പൂർ എയർലൈൻസ് പോകണ്ട. അവിടെ ഫ്ലൈറ്റ് അതേതായിരിക്കും. ഇവയറാണ് അല്ലല്ല, മറ്റേ വീജറ്റ് ആണ്. ഇവയർ അതുകൊണ്ട് കടന്നു വിട്ടുകൊണ്ടുവന്ന ആളെക്കറ്റം കൊണ്ടുവന്നോ. ഇപ്പോൾ ലാൻഡിങ് ഉറപ്പാണ്. ഇപ്പോൾ ലാൻഡിങ് പറഞ്ഞാൽ ഉറപ്പാടിയാണ്. ഇതൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. ലഗേജ് പോകുന്ന പക്ഷെ ലഗേജ് ഉണ്ട്. നല്ല എടുത്തെറിയൊക്കെ ഒന്നുമില്ല കേട്ടോ. മാന്യമായിട്ടുണ്ട് എടുത്തത്. ലഗേജും വണ്ടിയും പോകുന്നത്. ഇത് ചൈന എയർലൈൻസിൻ്റെ ഉണ്ട്. ചൈന എയർലൈൻസിൻ്റെ കാർഗോസ് ഉണ്ട്. ചൈന എയർലൈൻസിൻ്റെ കാർഗോസ്. ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം വരുന്നില്ല. അങ്ങനെ വരുന്നുണ്ടോ പൊട്ട്. ഇത് ചൈന പൊങ്ങത്തില്ല. ഇത് വിയറ്റ്നാം അല്ലേ? പച്ച കളറായിട്ട് ദൂരത്തിന് അറിയാം. എനിക്കറിയാൻ പറ്റത്തില്ലെങ്കിൽ വിയറ്റ്നാം എയർലൈൻസ് ആണ്. ഇത് ലാൻഡ് ചെയ്ത അവിടെ തന്നെ ചൈന ഉറപ്പായിട്ടും ടേക്ക് ഓഫ് ചെയ്യും. ഇതിൻ്റെ പുറത്ത് തന്നെ വെച്ച് പിടിക്കാതിരുന്നാൽ മതി. അയ്യോ ഇത് വിയറ്റ്നാം ശരിക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് അടുത്ത അത് കഴിഞ്ഞു. അത് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ചൈന അണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ചൈന കാണിക്കാം കേട്ടോ. അതായിരിക്കും ബെറ്റർ. ചൈനയുടെ അളിയാൻ പോകാൻ വേണ്ടി തയ്യാറെടുപ്പ്. ഇത് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ വീജറ്റ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ ടൈം കിട്ടിക്കാണും. നിർത്തി വെക്കുന്നുണ്ട്. സ്റ്റോപ്പിംഗ് ഇല്ല കേട്ടോ. ഇപ്പോൾ എടുത്തണം പോകാൻ മാറ്റി. ലേറ്റായെന്ന് തോന്നുന്നു. നിർത്തി ചവിട്ടി. ഇനി സിഗ്നൽ കിട്ടി. പോകാനുള്ള പരിപാടിയാണ്. പോവാം പോവാം. ചൈന എയർലൈൻസ് ആണ്. ഭയങ്കരമായിട്ട് കുലുക്കം വരെ ഉണ്ടെന്ന്. ഭയങ്കര സൗണ്ട് കേട്ടോ. മറ്റേ ഇത്രയില്ലായിരുന്നു. പഴയ എഞ്ചിൻ പറക്കിട്ട് പണിഞ്ഞാൽ ഇത്ര സൗണ്ട് പറയാതെ ആളിയാ. നീ ഇത് കേട്ടോണ്ട് നീ ഇതിന്റെ മറുപടി പറയാതെ പൊങ്ങി. ഏതാ മറ്റേത് അങ്ങനെ ഇവിടുന്ന് പൊങ്ങിയത് വലിയ സാധനം. ഇതെന്തുവാ പൊങ്ങുന്നില്ലല്ലോ. പൊങ്ങി തുടങ്ങി പോയി കേട്ടോ. സോറി ബ്രദർ. ഐ തിങ്ക്
കാണാൻ പറ്റുന്നത്. ചെറിയതായിട്ട് മഞ്ഞുണ്ട് കേട്ടോ, ഒന്നും തോന്നണ്ട. പിന്നെ നമ്മൾ പറഞ്ഞാൽ വിജറ്റ്, അടുത്ത വിജറ്റ്. ഇത് അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകുന്നില്ല. ഇത് ആ ഫ്രണ്ടിലുള്ള വണ്ടി എടുത്ത് മാറ്റുന്നില്ലല്ലോ. അത് ഇവിടെ വേണം ഒതുക്കാനാണ് ആളെ കയറ്റാൻ. Okay, right now I will share the number. You just directly contact him. Whatever it is, you should talk to him here also. Okay? Immediately. Okay. You know the code, that material code, you know? വിജിറ്റ് വിയറ്റ്നാമിൻ്റെ ആയിരുന്നോ? ഈജിപ്തും നമ്മൾ ഇവിടുത്തെ എയർ ഇന്ത്യയും മറ്റേ ഇൻഡിഗോയും പോലെ. ഇവിടുത്തെ കമ്പനി മറ്റേത് വിയറ്റ്നാം എയർലൈൻസ് എയർ ഇന്ത്യ പോലെ. വിയറ്റ്നാം. ഇത് വിജിറ്റാണ് അവിടെ മൊത്തം ഇട്ടേക്കുന്നത്. അത് ശ്രദ്ധിച്ചാൽ മതി. ഡൊമസ്റ്റിക് ഇത് ഫുൾ ഡൊമസ്റ്റിക് അല്ലേ വിജിറ്റ്? നമ്മൾ ഇങ്ങോട്ടൊന്നും വിജിറ്റില്ലാത്തല്ലേ? അല്ലടാ അവിടെ ഡൊമസ്റ്റിക് ദനാങ്കിൽ നിന്ന് ഹനോയ് വരെ നമ്മൾ വന്നേക്കുന്നത്, ഇവിടെ വരെ വന്നേക്കുന്നത്. ഇത് സ്പേസ് ഉണ്ട്, സീറ്റ് കാലൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഇതിനകത്തൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച്, ഞാൻ ഹാർഡ് ഹൈറ്റ് ഉണ്ട്, എനിക്ക് സീറ്റ് വളരെ പ്രശ്നമാണ്. അടുത്തത് വരുന്നുണ്ട്. ഏത് എയർലൈൻസ് ആണ് കണ്ടാൽ പറയാൻ കാഴ്ചയില്ല. കൊറിയാണോ ചൈനയാണോ എംബ്ലം കണ്ടിട്ട് രണ്ടുമല്ല, ഒന്നും എഴുതുന്ന കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അളിയാ അളിയാ അത് എയർ ഫ്ലൈറ്റ് അളിയാ, കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു രക്ഷയില്ല കേട്ടോ, എഴുത്ത് ഒരു പിടുത്തമില്ല ആർക്കും. തായ്ലാൻഡ് ആണോടാ അറിയുന്നില്ല അളിയാ, എഴുത്തൊന്നും രക്ഷയില്ല. ഇത്ര ലോങ്ങിലാ. ആ സെയിം സിമ്പിൾ ഏതാ? സിംഗപ്പൂരാണ്. ചൈന സൗത്ത്. ഇല്ലില്ല, ചൈന സൗത്ത് ആണ്. അല്ലല്ലോ, വ്യത്യാസമുണ്ട്. അപ്പുറത്ത് ചൈന, സിംഗപ്പൂർ വൈറ്റ്. അല്ലല്ല, അത് റെഡാ. ഇപ്പൊ ഈ റിവേഴ്സ് വരുന്നുണ്ടോ? അതിങ്ങോട്ട് നോട്ടാ, അത് ചൈനയുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഉണ്ട്. ഇപ്പോൾ ടേക്ക് ഓഫ് മാത്രമല്ലേ ഉള്ളൂ, അത് ലാൻഡിങ് മാത്രമല്ലേ ഉള്ളൂ. ടേക്ക് ഓഫ് ഒന്നും കാണുന്നില്ലല്ലോ. ടേക്ക് ഓഫ് രണ്ടെണ്ണമാണല്ലോ പോയുള്ളൂ. അത് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടുന്ന് ഒതുക്കി എടുത്ത് അവിടെ കൊണ്ടിരുന്നുണ്ട്. ഒരു വിയറ്റ്നാമിൻ്റെ മുമ്പേ നമ്മൾ ഇറങ്ങി ലാൻഡ് ചെയ്ത് കറങ്ങി അടിച്ച് വരുന്നുണ്ട്. ആൾക്കാരെ കൊണ്ടുവന്ന വണ്ടിയാണ്. വിയറ്റ്നാമിൻ്റെ ലാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും ഫ്ലൈറ്റ് ഉണ്ടോ? ഹനോയ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും നമ്മൾ പൊങ്ങാൻ പോവാണ്. ഇപ്പോൾ ഒരു വിയറ്റ്നാമിൻ്റെ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ നെക്സ്റ്റ് ആവുള്ളൂ. ക്യൂവിലാണ് അത് പോന്നോട്ടെ. ഇത് എയർ ഏഷ്യ വിമാനമാണ്, എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ്. വിയറ്റ്നാം ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പുറത്തെ റെയിൽവേയിലൂടെ പോകുന്നത്. വിയറ്റ്നാം അത് പൊങ്ങി. അടുത്തത് നമ്മുടെ crew will be seated for takeoff. അത് ഇവിടെ നിന്ന് വെച്ച് നമ്മുടെ ഈ നോട്ട് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് അതൊക്കെ ഇട്ടതല്ല അതിൻ്റെ ഇതിൽ നമ്മൾ സിഗ്നൽ കിട്ടിയിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്, സൗണ്ട് ആയിട്ടുണ്ട്. നമ്മൾ പോവാണ്. അപ്പം ബൈ ബൈ വിയറ്റ്നാം.
冇佢人之後都係我嘢啊，我上嚟都好似啊，我係啊冇明白基本面啊。可能點解以前做設計師有個കേട്ടോ ഒരു വണ്ടി കേട്ടോ ഒരു ഫ്ലൈറ്റിൻ്റെ കളർ ഉണ്ട് ഏതോ വലിയ കഞ്ചാവ് കച്ചവടക്കാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു ഫുള്ള് നമ്മുടെ മാർലിൻ്റെ കൂട്ടത്തെ ആൾക്കാരാണ്. അപ്പം നമ്മൾ കഴിഞ്ഞു ബാങ്കോക്ക് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് വിശേഷങ്ങൾ. ഞങ്ങളെന്തായാലും ബാങ്കോക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നേരെ എമിഗ്രേഷനിൽ കയറിയിട്ട് അവിടെ ഏകദേശം ഒരു 5 മണിക്കൂറാണ് ഇരിക്കേണ്ടത്. ഞങ്ങൾക്ക് ഏകദേശം 6 മണിക്കൂർ എയർപോർട്ടിലിരിക്കണം ബാങ്കോക്കിൽ. പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ തന്നെ ഇരുന്ന് കറങ്ങുക. അതിനുശേഷം അടുത്ത കൊച്ചിയിലേക്ക് വണ്ടി പിടിക്കുക, പോരുക. ഓക്കെ. എയർ ഏഷ്യയുടെ ഓർമ്മ താന്നിട്ടുണ്ട്. ഇതൊക്കെ ലൈൻ തായ്ലാൻഡിലുള്ള തായ് ലൈനാ, തായ്ലാൻഡിൻ്റെ. നമ്മൾ ബാങ്കോക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ കൊച്ചിക്കുള്ള വെയിറ്റിങ്ങിലാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ ബാങ്കോക്കിലെ രാത്രിയിലെ വിസ്മയ കാഴ്ചകളാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ കൊച്ചിയിലേക്ക് രാത്രിയിൽ എത്തുന്ന ഒരു ഏകദേശം ഇന്ത്യൻ ടൈം, നമ്മുടെ കൊച്ചി ടൈം ഒരു 10:30 ആവും ലാൻഡ് ചെയ്യാൻ. അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിക്കാം. അങ്ങനെ ഇത് നമ്മുടെ കൊച്ചി ആകാശഭംഗിയാണ്. എനിക്കത് കുറച്ചുകൂടെ സെറ്റപ്പായിരുന്നു മറ്റേന്ന് തോന്നുന്നു. എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. എന്തായാലും അടിപൊളിയാണ്. നമ്മുടെ എവിടെ പോയാലും നമ്മുടെ നാടങ്ങോട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സുഖം. അതാണ് അഭിനയിച്ചത്. 6 ദിവസം നിന്നോ എൻ്റെ അമ്മച്ചിയോ ഇത് കാണുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ. എന്തായാലും ഓക്കെ.
കുട്ടിയുടെ കരച്ചിൽ വേറെ ഒന്നുമല്ല, അതുവരെ നമ്മുടെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ആ ക്ലൈമറ്റിലെത്തി കുറച്ചങ്ങോട്ട് താന്നപ്പോഴത്തേക്ക് ചെവിയെല്ലാം ഊതി ഉടച്ച് വേദന വീണ്ടും തുടങ്ങി നമ്മുടെ എല്ലാം. അപ്പോൾ പിന്നെ കുട്ടിയുടെ കാര്യം പറയാതിരിക്കുന്ന നല്ലത്. അവിടെയുള്ള കുട്ടികൾ കരച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ അമ്മമാർ ഇതായിരുന്നു. അപ്പോൾ എന്തായാലും ഓക്കെ, ഇനി ലാൻഡ് ചെയ്യട്ടെ. ഇത് നമ്മുടെ ലാൻഡിങ്ങിൻ്റെ ഏകദേശം ടൈമായത്. ഇപ്പോൾ ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ആയിട്ടുണ്ട്. നമ്മൾ ലാൻഡിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയർ അത്യാവശ്യം പോയി, കാരണം ഫോക്കസ് ഔട്ടായി. ഞാൻ പിന്നെ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ച്, എങ്കിൽ കടക്കട്ടെന്ന് വിചാരിച്ച്. കുറച്ചേ ഉള്ളൂ കേട്ടോ, അത് കഴിഞ്ഞാൽ പിന്നെ ഫോക്കസ് തിരിച്ചു കിട്ടും. ഞാൻ മാക്സിമം നോക്കി, അത്യാവശ്യം ക്ലിയർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പിന്നെ കട്ട് ചെയ്തു. ഇപ്പോൾ ഈ ലാൻഡിങ് കുറേ എടുത്തായിരുന്നു, പക്ഷേ അത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഇനി ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോഡൊക്കെ കൊടുത്തിട്ട് അവസാനിപ്പിക്കുക, അവിടെ തുടങ്ങട്ടെ. ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ബാക്കിയുള്ളവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മീഗ്രേഷനെല്ലാം കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പം സി യു. അപ്പോൾ നമ്മൾ എവിടെ നിന്നിട്ട് വിയറ്റ്നാം മുതൽ കൊച്ചി വരെയുള്ള 3 എയർപോർട്ട് കുറേ ഫ്ലൈറ്റുകൾ എല്ലാം എടുത്ത് എല്ലാ വീഡിയോസും. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.